നമ്മുടെ സ്കൂളിലെ ഏറ്റവും നല്ല ഗായകനായ കുഞ്ചുവിന് സ്റ്റാർ സിംഗർ പ്രോഗ്രാമിലേക്ക് സെലക്ഷൻ കിട്ടിയ വിവരം ഏവരെയും സന്തോഷപൂർവ്വം അറിയിക്കുന്നു. കുഞ്ചുവിനായി ഇവിടെ ഒരു ചെറിയ ഉപഹാരം നൽകുകയാണ്. അതിനായി കുഞ്ചുവിനെ ക്ഷണിച്ചുകൊള്ളുന്നു. മുതലാളി, എന്നെ വിളിപ്പിച്ചത് എന്തിനാ? എടോ, നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ കൃഷി ഇറക്കുന്നതും വിളവെടുപ്പ് നടത്തുന്നതും ഞാനാണെന്ന കാര്യം എല്ലാവർക്കും അറിയുന്ന പോലെ തനിക്കും അറിയാലോ. വർഷങ്ങളായി താൻ എന്റെ കൃഷിപ്പണി നോക്കി നടത്തുന്നുമുണ്ട്, അല്ലേ? അതെ മുതലാളി. ഇപ്പോ നമ്മുടെ കൃഷിയുടെ സ്ഥിതി തനിക്കറിയാമല്ലോ. വളരെ മോശം. മാത്രമല്ല, തനിക്കും എന്നോടെന്തോ ഇഷ്ടക്കുറവ് പോലെ. എന്താ, കൂലി പൊറാഞ്ഞിട്ടാണോ? അയ്യോ, ഇഷ്ടക്കുറവൊന്നുമല്ല മുതലാളി. കൂലിയും മറ്റും അങ്ങ് ആവശ്യത്തിന് തരുന്നുണ്ട്. വയസ്സ് ഇത്രയൊക്കെ ആയില്ലേ, പഴയ പോലെ ശരീരം കൊണ്ട് വഴിയാഞ്ഞിട്ടാ സുഖമില്ലാതായിരിക്കുന്നു. മാത്രമല്ല, പുതിയ ആളൊന്നും കൃഷിപ്പണിക്ക് കിട്ടാനില്ല. കാലം കുറെ ആയില്ലടോ. കൃഷിയിൽ നിന്നുള്ള വരുമാനം കൊണ്ട് നാം ജീവിക്കുകയും മറ്റുള്ളവർക്ക് ഭക്ഷണം എത്തിക്കുകയും ചെയ്യുന്നു. താൻ നേരത്തെ പറഞ്ഞില്ലേ ഇന്നത്തെ കാലത്ത് കൃഷിപ്പണി ചെയ്യാൻ ആളില്ലാതായിരിക്കുന്നെന്ന്. ശരിയാ, ജോലിക്കാരുടെ ക്ഷാമം നമ്മുടെ നാടിന്റെ നട്ടലൊടിക്കുന്ന കോലത്തിലാക്കിയിരിക്കുന്നു. അധ്വാനിക്കാൻ ആരും തയ്യാറല്ല ഇന്നത്തെ കാലത്ത്. ആ കാലത്തിന്റെ ഒരു പോക്കേ, എന്താ ചെയ്യാ? കൃഷി ചെയ്യാതെ വന്നാൽ നമ്മുടെ നാട് പട്ടിണിയിലും ദുരിതത്തിലുമായി നശിക്കും. അയൽ സംസ്ഥാനങ്ങളിലെ ആളുകളുടെ അധ്വാനം കൊണ്ട് നാം ഇവിടെ സുഖിക്കുന്നു. അങ്ങനെ നമ്മുടെ കാശ് അവര് കൊണ്ടുപോകുന്നു. ഇവിടെ നാട്ടുപണികൾ ചെയ്യാൻ ആളില്ലാതായിരിക്കുന്നു. കുലത്തൊഴിൽ ഏറ്റെടുക്കാൻ പുതിയ തലമുറയെ കിട്ടാതായി. കഷ്ടം. നമ്മളിനി എന്തു ചെയ്യും? പാടത്തൊരുപാട് പണി ബാക്കി കിടപ്പുണ്ടല്ലോ. ആ, എന്തെങ്കിലും മാർഗം കാണും. ഞാനൊന്ന് ആലോചിക്കട്ടെ. താൻ പോയിക്കോളൂ. ശരി മുതലാളി. നമ്മുടെ നാട്ടിലെ കാർഷിക രംഗത്തെ ഇപ്പോഴത്തെ പ്രതിസന്ധികൾക്ക് പുത്തൻ പ്രതീക്ഷകൾ നൽകിക്കൊണ്ട് പുതിയ പരീക്ഷണങ്ങളുമായി അമേരിക്കയിൽ നിന്നും പ്രൊഫസർ ഡിസൂസ ഇന്ന് കാലത്ത് കേരളത്തിലെത്തി. അദ്ദേഹം ഇപ്പോൾ പരീക്ഷണശാലയിലുണ്ട്. ഇതേക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾക്കായി അദ്ദേഹത്തോട് നമുക്ക് ചോദിക്കാം. മിസ്റ്റർ ഡിസൂസ, കേരളത്തിലെ ഇപ്പോഴത്തെ പരമ്പരാഗത തൊഴിൽ രീതികളിൽ കാർഷിക മേഖലയിലെ പ്രതിസന്ധികൾക്ക് പരിഹാരമായി എന്തൊക്കെ സംഭാവനകളാണ് ഈ പരീക്ഷണങ്ങളിലൂടെ കേരളത്തിന് താങ്കൾക്ക് നൽകാൻ കഴിയുക? കേരളത്തിൽ ഏറ്റവും കൂടുതൽ കണ്ടുവരുന്ന ഒരു പ്രതിഭാസമാണ് പരമ്പരാഗത തൊഴിലുകളിൽ ഏർപ്പെടാൻ പുതിയ തലമുറ തയ്യാറാവാത്തത്. അതിൽ ഏറ്റവും കൂടുതൽ പ്രതിസന്ധി നേരിടുന്നത് കാർഷിക മേഖലയാണ്. കൃഷിജോലികൾ ചെയ്യാൻ ആളില്ലാത്ത കാലത്ത് അത്തരം ജോലികൾക്കായി മൃഗങ്ങളെ ഉപയോഗിക്കുന്ന രീതിയാണ് ഞാൻ പരീക്ഷിച്ചു വരുന്നത്. ഏകദേശം 70% ഇതിൽ ഞാൻ വിജയം കണ്ടെത്തിയിരിക്കുന്നു. എന്റെ ഇനിയുള്ള ദിവസങ്ങളിലായി ഈ പരീക്ഷണം പൂർത്തീകരിക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമായാണ് ഞാൻ കേരളത്തിലെത്തിയിരിക്കുന്നത്. ഇവിടെ വനങ്ങളും ധാരാളം മൃഗങ്ങളുമുണ്ട്. മിസ്റ്റർ ഡിസൂസ, എന്തൊക്കെ ജോലികളാണ് താങ്കൾ മൃഗങ്ങളെ പരിശീലിപ്പിക്കുന്നത്? പ്രധാനമായും തേങ്ങ പറിക്കൽ, ഞാറ് നടൽ, നിലം കിളക്കൽ, കൊയ്ത്ത് തുടങ്ങിയ കാർഷിക ആവശ്യങ്ങൾക്കുള്ള പരിശീലനമാണ് മൃഗങ്ങൾക്ക് ഞാൻ നൽകുന്നത്. മാത്രമല്ല, ഇത്തരത്തിലുള്ള പരിശീലനം പൂർത്തിയാക്കിയ ജന്തുക്കളെ ആവശ്യമുള്ള കൃഷിക്കാർക്ക് കരാറടിസ്ഥാനത്തിൽ നിശ്ചിത ഫീസ് ഈടാക്കി എത്തിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിന്റെ ഭാഗമായി കൂടുതൽ മൃഗങ്ങളെ കണ്ടെത്താൻ ഞാൻ നാളെ തെക്കൻകാട്ടിലേക്ക് പോകും. വളരെ നന്ദി മിസ്റ്റർ ഡിസൂസ, ഇത്രയും നേരം ഞങ്ങളോട് സഹകരിച്ചതിന്. മുത്തച്ഛൻ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ഇനി എല്ലാ പണികളും ചെയ്യാൻ ആളെ കിട്ടാതിരിക്കില്ല. ആ ഡിസൂസ ആള് മിടുക്കനാ. ശരിയാ, ജന്തുക്കളാവുമ്പോ
മെരുങ്ങാൻ എളുപ്പമാ. നേരം വണ്ണം അനുസരിക്കും, മടിയും കാണില്ല. ഈശ്വര, പ്രൊഫസറുടെ പരീക്ഷണം 100% വിജയിക്കണേ. സാർ, ആരെയും കാണുന്നില്ല. സൈലന്റ്. ഓക്കെ സാർ. സാർ, നമ്മൾ ഈ തോക്കുകൊണ്ട് മൃഗങ്ങളെ മയക്കിടി വെച്ചാൽ അവറ്റകൾക്ക് ബോധം വന്നാൽ നമ്മളെ ഉപദ്രവിക്കില്ലേ? എടാ ലൂസേ, ഒച്ച വെക്കല്ലേ, മണ്ടത്തരം പറയാതെ. ശരി സാർ. അതാ അവിടെ ഒരു കൂട്ടം കാണുന്നു. അതെ, എടാ ലൂസേ, നീ ആ തോക്ക് ശരിയാക്കി ഉന്നം പിടി. ആ 4 പേരെയും ഒറ്റ റൗണ്ടിൽ വെടിവെച്ചിട്. ഓക്കെ സാർ. Come on. ഓക്കെ. 1 2 3. എടാ മണ്ട, എല്ലാം നശിപ്പിച്ചില്ലേ? അതെന്താ? സോറി സാർ. അയ്യോ, ഓടിക്കോ, രക്ഷപ്പെട്ടോളൂ. അയ്യോ, ഓടിക്കോ, രക്ഷപ്പെട്ടോളൂ. അയ്യോ, രക്ഷപ്പെട്ടോളൂ. ഓടിക്കോ, രക്ഷപ്പെട്ടോളൂ. അയ്യോ, അയ്യോ, നമ്മുടെ സിംഗുവിന് വെടിയേറ്റെന്ന് തോന്നുന്നു. നമുക്ക് അവനെ രക്ഷിക്കണം. ഓടിക്കോ കൂട്ടുകാരെ, വെടിവെക്കുന്നു. അയ്യോ, പെട്ടെന്ന് രക്ഷപ്പെടാം. ഓടിക്കോളൂ. രക്ഷപ്പെട്ട് കളഞ്ഞല്ലോ അവന്മാർ. വിളിച്ചോളൂ. ഇനി നമ്മളെന്താ ചെയ്യുക? നമ്മുടെ സിംഗുവിനെ അവർ പിടിച്ചുകൊണ്ട് പോയില്ലേ? പാവം സിംഗു. എന്തിനാ അവർ നമ്മളെ ആക്രമിച്ചത്? ഒന്നും മനസ്സിലാവുന്നില്ല. എവിടേക്കായിരിക്കും അവർ നമ്മുടെ സിംഗുവിനെ കൊണ്ടുപോകുന്നത്? ദൈവമേ, അവന് ഒന്നും സംഭവിക്കരുതേ.
സ്റ്റോപ്പ്. അവനെ ഇങ്ങ് കൊണ്ടുവാ. വെള്ളമെടുക്ക്. ശരി സാർ. അയ്യോ, ഞാൻ എവിടെയാ? ആരാ നിങ്ങൾ? ചോട്ടുവും ഡൂടുവും ടുട്ടുവും എവിടെയാ? ഭയപ്പെടേണ്ട, തനിക്ക് ഒന്നും സംഭവിക്കില്ല. നിന്റെ ചങ്ങാതിമാർ തൽക്കാലം രക്ഷപ്പെട്ടതാ, സാരമില്ല. സിംഗു ഇനി കുറച്ചുനാൾ ഞങ്ങളോടൊത്ത് ഇവിടെ കഴിയേണ്ടി വരും. തനിക്ക് ഞാൻ കുറച്ച് അഭ്യാസങ്ങൾ പഠിപ്പിച്ചു തരാം. നമുക്ക് ഇന്ന് തന്നെ പരിശീലനം തുടങ്ങാം. ഓക്കേ? ലൂസേ, സിംഗുവിന് കഴിക്കാൻ എന്തെങ്കിലും കൊടുക്കൂ. ഞാൻ ഇപ്പോ വരാം. യെസ് സർ. എന്താ? ലൂസ്. സിംഗു നല്ല പാട്ടുകാരനാണല്ലേ. ഞാൻ നിങ്ങളുടെ പാട്ടിൽ ലയിച്ച് എന്റെ ഉന്നം വരെ പിഴച്ചു. എന്റെ ചങ്ങാതിമാരും നല്ല പാട്ടുകാരാ, എനിക്കിഷ്ടപ്പെട്ടു. ഞങ്ങൾക്ക് സ്വന്തമായി ഒരു ട്രൂപ്പുണ്ട്, തെക്കൻ കാട്ടിൽ ബീറ്റ്സ്. ഞാനും എന്റെ ചങ്ങാതിമാരും സ്ഥിരമായി ഒത്തൊരുമിച്ച് പാട്ട് പാടാറുണ്ട്. ഞങ്ങൾക്ക് മറ്റു പലയിടങ്ങളിലും പ്രോഗ്രാം ഉണ്ടാവാറുമുണ്ട്. എന്റെ കൂട്ടുകാർ എന്നെ കാണാതെ വിഷമിക്കുന്നുണ്ടാവും. സിംഗു, ഇത് കഴിക്കൂ. കരയേണ്ട. നിന്നെപ്പോലെ എന്നെയും ഡിസൂസ പിടിച്ചുകൊണ്ട് വന്നതാണ്. ഭക്ഷണം കഴിച്ച് ഉഷാറായില്ലേ? ഇനി നമുക്ക് പരിശീലനം ആരംഭിക്കാം. ആദ്യം നമുക്ക് തെങ്ങിൽ കയറി നാളികേരം പറിക്കാൻ പഠിക്കാം. എന്താ? വാ, നമുക്ക് പോകാം. സിംഗു പേടിക്കേണ്ട, എല്ലാം ശരിയായിക്കോളും. ധൈര്യമായിരിക്കൂ. ഇത് കരിക്ക്, ഇത് ഇളനീർ, ഇത് പാകമായ തേങ്ങ. എന്നാൽ ആ തെങ്ങിൽ കയറിക്കോ. പാകമായ തേങ്ങ താഴെ കിട്ടോളൂ. ഗെറ്റ് റെഡി, ഫാസ്റ്റ്. ഞാൻ തെങ്ങിൽ കയറി നാളികേരം പറിച്ചാൽ എന്നെ എന്റെ കൂട്ടുകാരുടെ അടുത്തേക്ക് വിടുമോ? നമുക്ക് ആലോചിക്കാം. One, 2, 3, 4, 5, 6. ഇതിൽ പാതി ഇളനീരും പാതി പാകമായതുമാണ്. ശരിയായിക്കോളും. സിംഗു ഇറങ്ങിക്കോളൂ. കമാൺ. ഇനി നമ്മൾ എവിടെയെന്ന് വെച്ച് അന്വേഷിക്കാം. പല വഴിക്കും നമ്മൾ അന്വേഷിച്ചു. സിംഗു ഇപ്പോൾ എവിടെയായിരിക്കും? അവൻ എന്തെടുക്കുകയായിരിക്കും? നമുക്കിനി അങ്ങകലെ ഗ്രാമത്തിലേക്ക് പോയാലോ? ഒരുപക്ഷെ അവൻ അവിടെ ആയിരിക്കും. ചിലപ്പോ ആ വേട്ടക്കാരന്റെ താവളം അവിടെ തന്നെ ആയിരിക്കും. നമുക്ക് ഡൂഡ് പറഞ്ഞ വഴിക്കൊന്ന് ആലോചിച്ചാലോ? പ്രൊഫസർ ഡിസൂസയുടെ പരീക്ഷണങ്ങൾ വളരെ വിജയകരമായി മുന്നേറുന്നു. തന്റെ പരിശീലന കേന്ദ്രത്തിൽ നൂറുകണക്കിന് മൃഗങ്ങൾ വിജയകരമായി പരിശീലനം പൂർത്തിയാക്കിയതായി അദ്ദേഹം അറിയിച്ചു. കുഞ്ചു, നമുക്ക് ഡിസൂസയുടെ അടുത്ത് പോയി കുറച്ച് ജോലിക്കാരെ അന്വേഷിച്ചാലോ? എന്തായാലും ഒന്ന് പരീക്ഷിച്ചു കളയാം, അല്ലേ? എന്നാ നമുക്ക് പോകാം മുത്തച്ഛ.
ഹലോ മിസ്റ്റർ ഡിസൂസ, ഞാനും കുഞ്ചുവും താങ്കളെ കുറിച്ച് അറിഞ്ഞു വന്നതാ. ആരാ? മനസ്സിലായില്ല. ഞാനൊരു കർഷകനാ. തൊട്ടടുത്ത എന്റെ കൃഷിസ്ഥലം. താങ്കൾ അനുവദിക്കുകയാണെങ്കിൽ എനിക്ക് കുറച്ച് ജോലിക്കാരെ ആവശ്യമുണ്ട്. എനിക്ക് പാടത്തും പറമ്പിലുമായി ഒരുപാട് ജോലിയുള്ളതാ. ആ കാണുന്ന 3 പേരും അത്യാവശ്യം പണികൾ പഠിച്ചു കഴിഞ്ഞവരാ. അവരെ കൊണ്ടുപോയിക്കോളൂ. പിന്നെ ഇവിടുത്തെ നിബന്ധനകളൊക്കെ അറിയാമല്ലോ? ഇല്ല, അറിയില്ല. ഒന്നാമതായി ജോലി കഴിഞ്ഞാൽ ഇവരെ എന്റെ അടുത്ത് തിരിച്ചേൽപ്പിക്കണം. മാത്രമല്ല ഒരു നിശ്ചിത വാടക കാശും ഉണ്ട്. താങ്കൾ ഓക്കെ ആണല്ലോ? ഓക്കെ, ഡിസൂസ പറഞ്ഞതുപോലെ ചെയ്യാം. ആ, ശരിക്ക് കളിച്ചോളൂ. അത് അപ്പുറത്ത് കുറച്ചുണ്ട്. ആ, ശരിക്ക് കളിച്ചോളൂ. നന്നായി കളിച്ചോളൂ. എന്തൊരു അനുസരണയുള്ള ജോലിക്കാർ. എനിക്കിനി ഇവർ തന്നെ മതി. മുത്തച്ഛ, ഞാൻ സ്കൂളിൽ പോവാ. ആരാ? എന്താ നിന്റെ പേര്? ഞാൻ തെക്കൻകാട്ടിൽ നിന്നാ. എന്റെ പേര് ടുട്ടു. എന്റെ കൂട്ടുകാരെ ഒരു വേട്ടക്കാരൻ പിടിച്ചുകൊണ്ടു പോയിരിക്കുന്നു. ഞാൻ അവരെ അന്വേഷിച്ചിറങ്ങിയതാ. എന്റെ പേര് കുഞ്ചു. പിന്നെ ടുട്ടു പറഞ്ഞ വേട്ടക്കാരൻ, അയാളുടെ പേര് ഡിസൂസ എന്നാണ്. അപ്പോ കുഞ്ചുവിന് അയാളെ അറിയാം? അതെ, അറിയാം. തന്റെ കൂട്ടുകാർ ആരൊക്കെയാ? സിംഗു, ചോട്ടു, ഡൂഡു. ഞങ്ങൾ വലിയ ചങ്ങാതിമാരും പാട്ടുകാരുമാണ്. ഞങ്ങൾക്ക് ഒരു ട്രൂപ്പ് തന്നെയുണ്ട്. എനിക്ക് പാട്ട് വളരെയധികം ഇഷ്ടമാണ്. ഞാൻ ചെറുതായി പാടാറുമുണ്ട്. പിന്നെ നീ ചോദിച്ച നിന്റെ കൂട്ടുകാരെല്ലാം ഇപ്പോൾ എന്റെ വീട്ടിലാണ്. അവർ എന്റെ മുത്തച്ഛന്റെ കൃഷിപ്പണിക്കാരാണ്. എന്നാ പിന്നെ നമുക്ക് ഇപ്പോൾ തന്നെ കുഞ്ചുവിന്റെ വീട്ടിലേക്ക് പോകാം. എനിക്കവരെ കാണാൻ കൊതിയാവുന്നു. ദേ, എല്ലാവരും ഇങ്ങോട്ട് നോക്കിയേ. ആരാ ഈ വന്നിരിക്കുന്നതെന്ന്? കുഞ്ചു, തന്റെ മുത്തച്ഛൻ ഇവരെ ഇവിടെ കഷ്ടപ്പെടുത്തുകയാണല്ലേ? ഈ ജോലികളൊക്കെ മനുഷ്യർക്ക് ചെയ്തുകൂടെ? മടിയന്മാർ. ആരെയും കിട്ടില്ല. എല്ലാവരും IT മേഖലയിലും റിയൽ എസ്റ്റേറ്റ് മേഖലയിലുമാ കാശിനായി നെട്ടോട്ടം ഓടുന്നത്. ഞാൻ പഠിക്കാനും പോകുന്നുണ്ട്. ഇവരുടെ കൂടെ പണികളൊക്കെ ചെയ്യാറുമുണ്ട്. ഞാൻ ഇതൊരു ശീലമാക്കിയെടുക്കുക. എനിക്ക് മടിയൊന്നുമില്ല കേട്ടോ. ശരിയാ, ഇപ്പോഴത്തെ കുട്ടികൾ കുഞ്ചുവിനെ കണ്ട് പഠിക്കണം. ഇവൻ വളരെ നല്ല കുട്ടിയായിട്ടു. എല്ലാ കാര്യങ്ങൾക്കും മിടുക്കനാ. അതെ അതെ, പഠിക്കാനും പാടാനും പണികൾ ചെയ്യാനും ഒക്കെ മിടുക്കനാ. ഇന്നു മുതൽ നമ്മൾ 5 പേരും ഒരു ടീമാണ്. നല്ല കൂട്ടുകാരാണ്. അല്ല, ടുട്ടുവിന്റെ കയ്യിൽ ട്രിപ്പിൾ ഡ്രംസ് ഉണ്ടല്ലോ. നിങ്ങളുടെ പക്കലുള്ള ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ എവിടെയാ? ഞങ്ങളുടെ ഡ്രംസും കീബോർഡും ഗിറ്റാറും എല്ലാം ആ ഡിസൂസയുടെ താവളത്തിലാ. ഇനി എങ്ങനെയാ അത് കിട്ടുക? എത്ര ദിവസമായി നമ്മൾ ഒത്തൊരുമിച്ച് പാട്ട് പാടിയിട്ട് കൊതിയാവുന്നു. ആ സാധനങ്ങളൊക്കെ കിട്ടിയാൽ നമുക്ക് ഒരുമിച്ച് പാടാമായിരുന്നല്ലേ കുഞ്ചു? അതെ, നമുക്കതിനുള്ള വഴി കാണണം. അതെല്ലാം നമുക്ക് അവിടെ നിന്ന് എടുക്കണം. എന്നിട്ട് നമുക്ക് ഒരുമിച്ച് സ്റ്റാർ സിംഗർ പരിപാടിയിൽ പങ്കെടുക്കണം. അതിനായി നമുക്ക് പ്രാക്ടീസ് ആരംഭിക്കുകയും വേണം. പെട്ടെന്ന് തന്നെ നമുക്കത് കൊണ്ടുവരണം. ഇല്ലെങ്കിൽ ആ ലൂസ് അതെല്ലാം അടിച്ചു പൊളിച്ച് നശിപ്പിക്കും. ശരിയാ. ഒരെണ്ണത്തിനെയും കാണുന്നില്ലല്ലോ. ആ, നോക്കാം.
ലൂസിന് ഇത് വായിക്കാൻ മാത്രമല്ല നന്നായിട്ട് തോക്കൊന്നും പിടിക്കാനും അറിയാം. അതെയോ? എനിക്ക് നന്നായിട്ട് അറിയാം. അറിയാമെന്ന് പറഞ്ഞാൽ എങ്ങനെയാ? തന്റെ മിടുക്ക് ഞങ്ങൾക്കൊന്ന് കാണിച്ചു താ ലൂസേ. ഓക്കെ ഓക്കെ. ലൂസേ, ദാ ആ കാണുന്ന പൊന്തക്കാട്ടിൽ ഒരു അടയാളം കണ്ടില്ലേ? യെസ്, ആ അടയാളത്തിൽ കൃത്യമായി കൊള്ളണം. എന്നാ വെടിവെച്ചോളൂ. അത്രയുള്ളൂ. ഇതാ ഞാൻ റെഡി. ഹയ്യോ, ഹൗ. പാവം ഡിസൂസ മയങ്ങി ഉറങ്ങട്ടെ, നമുക്ക് പോകാം. രക്ഷിക്കണേ, അയ്യോ രക്ഷിക്കണേ, ഹെൽപ്പ് പ്ലീസ്, ഹെൽപ്പ് പ്ലീസ്. താൻ അവന്മാരോടൊപ്പം കൂടി എന്നെ വെടിവെച്ചിട്ട് ഓടി രക്ഷപ്പെടുന്നോ? വിടില്ല ഞാൻ അവന്മാരെ. എന്റെ പദ്ധതികളൊക്കെ തകർക്കാൻ ശ്രമിക്കുന്നോ? ഇല്ല. അയ്യോ രക്ഷിക്കണേ. എന്റെ ലക്ഷ്യം നിറവേറ്റാതെ ഞാൻ ഇവിടം വിടുന്ന പ്രശ്നമില്ല. കോടികളാണ് എന്റെ കയ്യിൽ വരാൻ പോകുന്നത്. അവന്മാരെ എന്റെ കയ്യിൽ കിട്ടിയാൽ ഞാൻ ഡിസൂസ. നമ്മുടെ പിള്ളേർ എവിടെ തന്നെ ഇല്ലേ? ഓ ഉണ്ടല്ലോ, അവർ പാട്ട് പാടാനുള്ള ഒരുക്കത്തിലാ. സ്റ്റാർ സിംഗർ പരിപാടിക്ക് പോകാനായി പരിശീലനം ആരംഭിച്ചിരിക്കുകയാണ്. എല്ലാവരും വലിയ സന്തോഷത്തിലാ. ഓക്കെ സർ, സ്റ്റാർട്ട്. അട്ടഹസിക്കാതെ അവരെ എടുത്ത് വണ്ടിയിൽ കയറ്റ്. ശരി സർ. സോറി മൈ ബോയ്സ്, ഞാൻ നിങ്ങളെ കൊണ്ടുപോവുകയാണ്. എന്റെ പക്കൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുന്നോ? ഞാൻ ആരാണെന്ന് ശരിക്കും നിങ്ങൾക്കറിയില്ല. ഞാൻ പല പദ്ധതികളും ആസൂത്രണം ചെയ്തിട്ടുണ്ട്. എന്റെ ദൗത്യം പൂർത്തീകരിച്ചിട്ടേ ഞാൻ ഇവിടുന്ന് പോവുകയുള്ളൂ. നിങ്ങളെ കൊണ്ട് എനിക്ക് പല ജോലികളുമുണ്ട്. ഞാൻ ഡിസൂസയല്ല. ലൂസേ, നമ്മുടെ ദൗത്യത്തിനുള്ള സമയമായിരിക്കുന്നു. പെട്ടെന്ന് റെഡിയാകൂ.
എല്ലാവരെയും വണ്ടിയിൽ കയറ്റൂ. എല്ലാം കഴിഞ്ഞ് നമുക്ക് ഉടനെ തന്നെ ഈ രാജ്യം വിടണം. ഫാസ്റ്റ്. അമേരിക്കയിൽ നിന്നും കേരളത്തിലേക്ക് കടന്ന അന്താരാഷ്ട്ര ഭീകരനെ തേടി കേരള പോലീസ് തിരച്ചിൽ ഊർജിതമാക്കി. പല നാടുകളിലും വ്യത്യസ്ത വേഷങ്ങളും പേരുകളും ഉപയോഗിച്ച് ഭീകരപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഇയാളുടെ യഥാർത്ഥ പേര് ജഗ്ഗൂസ് എന്നാണ്. കേരളത്തിൽ ഡിസൂസ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. കാടുകളിൽ നിന്നും മൃഗങ്ങളെ വേട്ടയാടി പിടിച്ച് ചാവേറുകളാക്കി സ്ഫോടനങ്ങൾ നടത്തുകയാണ് ഇയാളുടെ പ്രധാന ലക്ഷ്യമെന്ന് പോലീസ് പറഞ്ഞു. അതേസമയം ജനങ്ങൾ ജാഗ്രതയോടെ ഇരിക്കണമെന്നും പോലീസ് അറിയിച്ചു. എല്ലാം റെഡിയല്ലേ? കമോൺ ഫാസ്റ്റ്, കമോൺ. പോലീസ് ഇവിടെ എത്തും മുമ്പ് നമുക്ക് രക്ഷപ്പെടണം. വേഗം. ഡിസൂസയുടെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ടോളൂ. രക്ഷപ്പെടുന്നോ? നിൽക്കാൻ. പെട്ടെന്ന് എല്ലാവരും ജീപ്പിൽ കയറൂ. നമ്മളെന്താ ചെയ്യാ? സിംഗു, come on. രക്ഷിക്കണേ! അയ്യോ അയ്യോ രക്ഷിക്കണേ! അയ്യോ എന്നെ തല കറങ്ങുന്നേ! അയ്യോ അയ്യോ ഞാൻ താഴേക്ക് വീഴുന്നേ! അയ്യോ
അവസാനമായി കടന്നു വരുന്നത് നമ്മുടെ പ്രിയങ്കരനായ കുഞ്ചുവും കൂട്ടുകാരുമാണ്. ഈ എപ്പിസോഡിലെ അവസാനത്തെ പാട്ട് പാടാനായി കുഞ്ചുവിനെയും കൂട്ടുകാരെയും ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇത് ജീവനഗാനം, ഒരു ആട്ടത്തിൻ ഗാനം. ഈ രാഗം, ഈ താളം, ഹേരം പാടം ഒന്നിച്ചായി. I am the western dancer, I am the western dancer, I am the western dancer. എന്റെ ഈ ജീവിതം സ്നേഹത്തിന്റെ സാഗരമാണ്. And I welcome all of you to my music. ഞാൻ പാടും പാട്ടെല്ലാം ഹൃദയത്തിൻ സമ്മാനം നിങ്ങൾക്കായി ഞാൻ എന്നും നൽകാം. ഈ ഗാനം പാടുമ്പോൾ, ഈ താളം ആടുമ്പോൾ നാം ഒന്നായി സ്നേഹത്തിൻ പൂന്തോപ്പിൽ. ഈ കാറ്റിൻ സംഗീതം, ഈ കൂട്ടം ആനന്ദം, ഈ രാഗം, ഈ താളം, ഇനിയാളം ഒന്നായി. ഇതൻ സ്നേഹം, ഇതൻ ഹൃദയം, ഇതൻ വിജയം. ഈ രാഗം, ഈ താളം, ഹേടം പാടം ഒന്നിച്ചായി. I am the western dancer, I am the western dancer, I am the western dancer. Thank you very much. നമ്മുടെ ചാനലിലെ സ്റ്റാർ സിംഗർ പരിപാടിയുടെ ഫൈനലിൽ 1ാം സ്ഥാനം ലഭിച്ചിരിക്കുന്നത് കുഞ്ചു ആൻഡ് ടീം.
സമ്മാനമായ മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സ്, കമ്പ്യൂട്ടേഴ്സ് എന്നിവ നൽകുന്നതിനായി കേരള പോലീസിന്റെ അഭിമാനമായ തോമസ് സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. പ്ലീസ് സാർ. കുഞ്ചുവിനെയും കൂട്ടുകാരെയും ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. ഇവർ നമ്മുടെ നാടിന്റെ അഭിമാനമാണ്. ഞങ്ങൾ തിരഞ്ഞുകൊണ്ടിരുന്ന അന്താരാഷ്ട്ര ഭീകരനെ പിടിക്കാൻ ഞങ്ങളുടെ കൂടെ കുഞ്ചുവും കൂട്ടുകാരും ധൈര്യസമേതം പങ്കെടുത്ത കാര്യം ഞാൻ ഈ അവസരത്തിൽ ഓർമ്മിക്കുകയാണ്. നമ്മുടെ നാടിന്റെ രക്ഷയ്ക്ക് പോലീസുകാർ മാത്രമല്ല, പൊതുജനങ്ങളും എല്ലാവരും ഒത്തൊരുമിച്ച് നിൽക്കണം എന്നൊരു സന്ദേശം കൂടിയാണ് ഈ സംഭവം നമുക്ക് നൽകുന്ന പാഠം. കുഞ്ചുവിനും കൂട്ടുകാർക്കും ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിന്റെ 1000 അഭിനന്ദനങ്ങൾ ഞാൻ ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. ഈ കിട്ടിയ സംഗീതോപകരണങ്ങളും കമ്പ്യൂട്ടറുകളും ഉപയോഗിച്ച് ഞങ്ങൾ ഒരു സൗജന്യ മ്യൂസിക് സ്കൂൾ തുടങ്ങും. നമ്മുടെ നാടിന്റെ നന്മക്കായി, പുരോഗതിക്കായി നാം പണിയെടുക്കുകയും എല്ലാ ജോലികളും അന്തസ്സുള്ളതാണെന്ന് വിശ്വസിക്കുകയും ചെയ്യുക. പാടത്തും പറമ്പിലും നാം വിളകൾ ഉണ്ടാക്കി നാം തന്നെ നമ്മുടെ ഭക്ഷണം കണ്ടെത്തുകയും ചെയ്യുക. നമ്മുടെ വീടുകളിൽ, സ്കൂളുകളിൽ അടുക്കളത്തോട്ടങ്ങൾ നാം ഉണ്ടാക്കുക. അതിനായി നമ്മൾ ഇന്നു മുതൽ പ്രതിജ്ഞയെടുക്കുക. എല്ലാം വിജയിക്കട്ടെ. എൻ്റെ ഈ വിജയത്തിനായി എന്നോട് സഹകരിച്ച എല്ലാവർക്കും എൻ്റെ നന്ദി. ഞാൻ നിർത്തുന്നു. ജയ് ഹിന്ദ്. जैसे क्या होता है?